ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സെലീസ് ക്രോഷറ്റ് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് സ്റ്റിച്ചസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൂടിയാണ് ബാക്കിയുള്ളത്. ആ സ്റ്റിച്ചാണ് ഇപ്പോൾ ഇന്നിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ട്രിപ്പിൾ ക്രോഷേ. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യാൺ എടുക്കുക, അതുപോലെ തന്നെ ഒരു ഹുക്കും എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ലിപ്പ് നോട്ടൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനി അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ക്രോഷ്യ ബിഗിനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വീഡിയോസൊക്കെ പോയി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയി കാണാം. പിന്നെ നമുക്ക് എന്തൊരു സ്റ്റിച്ച് ആണെങ്കിലും ക്രോഷ്യന് എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും ചെയിൻ സ്റ്റിച്ചാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ആദ്യം കുറച്ച് ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് സ്റ്റിച്ചിൻ്റെ ഒരു ലാസ്റ്റ് ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ചെയിന് ചെയ്തെടുക്കാം, എന്നിട്ട് അതിലങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ ഒരു ഇത്രയും ചെയിൻസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെ ഈ ഒരു ഹുക്കിലോട്ട് ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്യുക. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടൈം യാൺ ഓവർ ചെയ്യും. അതേപോലെ 1 ടൈം യാൺ ഓവർ ചെയ്തിട്ട് ഒരു വട്ടം കൂടെ യാൺ ഓവർ ചെയ്യുക. അപ്പം അങ്ങനെ ഇവിടെ 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് വേണം ഹുക്ക് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 3 4 ഒരു 4ാമത്തെ സ്റ്റിച്ചിലോട്ട് ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. അപ്പം നമുക്കിവിടെ 4 ലൂപ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ നമ്മൾ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. വീണ്ടും ഇവിടെ 3 ലൂപ്പ് ഉണ്ടാവും, അതിലും 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. വീണ്ടും 2 ലൂപ്പ് ഉണ്ടാവും, അതിലൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്യുക, വീണ്ടും ഒന്ന് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് നേരെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാണൊന്ന് ഓവർ ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഫസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. വീണ്ടും 2 ലൂപ്പിലൂടെ ലാസ്റ്റ് ബാക്കിയുള്ള 2 ലൂപ്പിലൂടെ. അങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. 2 വട്ടം യാൺ ഓവർ ചെയ്യുക, നേരെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ 4 ലൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 എണ്ണത്തിൽ ആദ്യം ഒന്ന് വലിച്ചെടുക്കുക, വീണ്ടും 2 എണ്ണത്തിലൊന്ന് വലിച്ചെടുക്കുക. ലാസ്റ്റായിട്ട് ബാക്കിയുള്ള ആ 2ലും കൂടെ വലിച്ചെടുക്കുക. അങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് വരുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കുറച്ച് ഒരു വലിപ്പം കൂടുതലുണ്ടാവും കേട്ടോ. ഈ ഒരു തരത്തിലാവും വരിക. അപ്പം അങ്ങനെ ബാക്കിയുള്ള എല്ലാ ചെയിനിലും അങ്ങനെ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടെ കൂടിയിട്ട് അങ്ങനെ ക്രോഷ്യയുടെ എല്ലാ മെയിൻ സ്റ്റിച്ചുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടോ ക്രോഷ്യനെ കുറിച്ചിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ തരാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മാജിക് സർക്കിളാണ് കേട്ടോ പഠിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പഠിച്ചാലാണ് നമുക്ക് പ്രൊജക്റ്റുകൾ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് മാജിക് സർക്കിൾ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.